ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 4 മണിത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. 4 മണി പലഹാരത്തിൻ്റെ വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിന്നൊരു പൊക്കവട ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ പൊക്കവടയും ചായയും 4 മണിത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് കാര്യമായിട്ട് വലിയ വീഡിയോസൊന്നും ഇല്ല, അതുകൊണ്ടാണ് പിന്നെ 4 മണിത്തെ മാത്രം ആക്കിയത്. രാവിലത്തെയൊക്കെ കഴിഞ്ഞു, ഉച്ച പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഉറങ്ങി കുട്ടിനെയൊക്കെ കൊണ്ടുവന്നു. ഇനി ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച പിന്നെ പൊക്കവട ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പിന്നെ അതിന് നിന്നു. കടലമാവും മൈദയും ഉപ്പും കുറച്ച് ആട്ടിയമാവുണ്ട്, അത് ഒഴിക്കും. അതില്ലാണ്ടാകുമ്പോഴാണ് സോഡാപ്പൊടി ഇടൽ. അതും ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കലക്കി വയ്ക്കും കേട്ടോ. ഇത് വെച്ചിട്ടൊരു ഒരു 1/4 മണിക്കൂർ എങ്ങനെയും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലാണ് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മുടെ സാധാ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ, അതൊന്നുമില്ല. കറിവേപ്പില ഒരു അല്ലി മാത്രം ഉണ്ടായിരുന്നു, അതിട്ടു. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചോപ്പറിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ടു. എന്നിട്ട് പിന്നെ അത് നമ്മൾ എണ്ണ വെച്ച് അത് ചുട്ടെടുത്തു. അത്രയും കേട്ടോ. ഇന്നിപ്പോൾ അതൊക്കെ ആ വീഡിയോ തന്നെ ഉള്ളൂ, വേറെ വീഡിയോ ഒന്നും ഇല്ല. 4 മണിത്തെ വിശേഷം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വിശേഷം എന്താ? എല്ലാവരും സുഖമായിരിക്കണില്ലേ? നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ എനിക്ക്. എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സപ്പോർട്ടൊക്കെ ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയെല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ അതൊക്കെ കലക്കി വെച്ച് റെഡിയാക്കി ഉള്ളിയൊക്കെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. പിന്നെ ചുട്ടെടുക്കുക തന്നെ പണി. കുട്ടി കളിക്കാൻ പോയിക്കാണ്. വർക്കിന് പോയി വന്നിട്ടില്ല. ഇന്നിപ്പോൾ ടാപ്പിംഗ് വർക്കില്ല, വെൽഡിങ്ങേ ഉള്ളൂ. അപ്പോൾ പിന്നെ പോയിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വലിയ മൂഡൊന്നുമില്ല, അതുകൊണ്ട് മാത്രം ഞാൻ വൈകുന്നേരത്തെ 4 മണിത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 4 മണിത്തെ വിശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നന്നായി ഇളക്കണം കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും ഇങ്ങനെ ഉള്ളിയെല്ലാം ഇട്ടിട്ടും വെക്കണം കേട്ടോ. പിന്നെ നന്നായി കിട്ടും. പിന്നെ ചട്ടി വെച്ച് അത് ചുട്ടെടുക്കുക, കഴിക്കുക, ചായ കുടിക്കുക. പിന്നെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനും വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചായ കുടിക്കുമ്പോഴൊക്കെ സമയം 6 മണിയൊക്കെ ആയിട്ടും ഒക്കെ വന്നിട്ടാണ് ഞാൻ കഴിച്ചത്. ചായയും പൊക്കവടയും കൂടി കഴിച്ചു. പിന്നെ വരുമ്പോൾ കേക്കോ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അധികം ഞാൻ എണ്ണക്കടി ഉണ്ടാക്കാറില്ല, കാരണം എണ്ണക്കടീൻ്റെ റെസിപ്പിയൊന്നും ആരും അങ്ങനെ കാണുന്നില്ലല്ലോ. ഞാൻ അധികമൊന്നും ഉണ്ടാക്കാറില്ല എണ്ണക്കടി. എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രം എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കുള്ളൂ. തോന്നണം. റമദാനൊക്കെ 30 ഫുള്ളായിട്ട് ഞാൻ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് റമദാനൊക്കെ ആകാനായി, നമുക്ക് ആ വീഡിയോസൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് റമദാനിൽ എന്തായാലും ഉണ്ടാക്കും. കാരണം ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ വെള്ളവും എണ്ണക്കടിയും മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നാഷ്ടയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ റമദാനിൽ എന്തായാലും എണ്ണക്കടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. റമദാനൊക്കെ ആകാനായി, ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ തന്നെ ഉള്ളൂ. റമദാനിനെ വരവേൽക്കാനൊക്കെ ആയി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പഠിച്ച് റമദാനൊക്കെ വരവേൽക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഈ സ്പൂൺ കൊണ്ട് ഒഴിച്ച് ഞാൻ ഈ കടയിലൊക്കെ കണ്ടിട്ടില്ലേ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിടൽ. എനിക്ക് എന്താണെന്ന് പറഞ്ഞോ അതങ്ങോട്ട് നേരെ തൃപ്തിയായിട്ട് കിട്ടില്ല. കാരണം കൈക്കൊക്കെ എണ്ണ തെറിക്കും. ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാനിതുപോലെ ഇങ്ങനെ എടുത്ത് കടയിൽ ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് കണ്ടിട്ടില്ലേ, ചട്ടി കയ്യിൽ ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ഇട്ടിട്ട് കൈക്കൊക്കെ തെറിച്ച് പണിയായതാണ്. അതിൽ പിന്നെ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമില്ല, സ്പൂണും കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണുള്ളൂ. ഭയങ്കര പേടിയാണ് എണ്ണ തെറിക്കുന്നതിൻ്റെ ഒരു ഇത്. പിന്നെ അതൊക്കെ റെഡിയായി, ഞാനൊക്കെ ആക്കി വെച്ചു. എണ്ണയിൽ നിന്നൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ വന്നിട്ടാണ് കഴിച്ചുള്ളൂ. പിന്നെ ചെടിയൊക്കെ നനയ്ക്കാൻ പോലും കോഴിയുണ്ട്, കോഴീനെ മുളയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരം നേരം പോവും. അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ കുറച്ച് വിറകിൻ്റെ പരിപാടി കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇതൊക്കെ റെഡിയാക്കി ചുട്ടെടുത്ത് വെച്ചു. പിന്നെ കൊടുക്കുമ്പോൾ വന്ന് നിസ്കാരമൊക്കെ ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.